ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ, അഥവാ കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് ഇല്ലാതെയായി പോകാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. ആണ് പ്രാർത്ഥനയുടെ അർത്ഥം. പറയാം: അല്ലാഹുവേ, നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നും, നീ തന്നിട്ടുള്ള സൗഖ്യം അകന്നു പോകുന്നതിൽ നിന്നും, ആകസ്മികമായി ഭവിക്കുന്ന നിന്റെ ശിക്ഷയിൽ നിന്നും, നിന്റെ എല്ലാ കോപത്തിൽ നിന്നും നിന്നിൽ ഞാൻ അഭയം തേടുന്നു. ഈ പ്രാർത്ഥനയുടെ മഹത്വവും ശ്രേഷ്ഠതയും വിവരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയും അവിടെ നിന്ന് കരയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 1-ാമത്തെ വർഷം മിമ്പറിൽ കയറുകയും എന്നിട്ട് കരയുകയും ഇങ്ങനെ പറയുകയും ചെയ്തു എന്ന്. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിനോട് നിങ്ങൾ മാപ്പും ആഫിയത്തും ചോദിക്കുക. ഒരാൾക്കും യഖീൻ കഴിഞ്ഞാൽ ആഫിയത്ത് പോലെ ഒരു അനുഗ്രഹവും ലഭിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഉറച്ച ഈ യഖീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഉറച്ച സത്യവിശ്വാസമാണ്. ഉറച്ച സത്യവിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം ആഫിയത്ത് അഥവാ സൗഖ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ദീനിലും ശരീരത്തിലും ഒന്നും പ്രശ്നങ്ങൾ ബാധിക്കാതിരിക്കുക, ആരോഗ്യം നിലനിൽക്കുക റബ്ബിൻ്റെ മഹത്തായ ഔദാര്യമാണ്. പ്രിയമുള്ളവരെ, മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ വന്നിട്ടുള്ള ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിലെ നിത്യശീലമാക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.